ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഗൺവില്ലേൻ്റെ കുറച്ച് കളക്ഷൻസ് കാണിക്കാനും പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടുന്നുണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ്. ഇപ്പം മുതൽ ബോഗൺവില്ലേൻ്റെ സീസണാണ്. ഏതൊരു ബോഗൺവില്ല എടുത്താലും അതിൽ നിറച്ച് പൂക്കളുണ്ടാവും. ഇനിയിപ്പോൾ ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം കഴിയുന്നത് വരെ ഈ ഒരു ബോഗൺവില്ലേൻ്റെ സീസൺ തന്നെയാണെന്ന് പറയാം. പല കളർ വെറൈറ്റിയിലും വെറിഗേറ്റഡ് ആയിട്ടുള്ള ബോഗൺവില്ല ഇന്ന് നമുക്കൊക്കെ അവൈലബിൾ ആണ്. പണ്ടത്തെ ബോഗൺവില്ലയൊക്കെ നമുക്കറിയാം, മരങ്ങളായിട്ട് വളർന്ന് നിറച്ചും പൂവുണ്ടാവുന്നതാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് അതിനെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു മരത്തിൽ തന്നെ പല കളർ പൂവുണ്ടാവുന്നതൊക്കെയാണ് ട്രെൻഡിങ്. നമ്മൾ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു ബോഗൺവില്ലയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഇതിൻ്റെ മൂട്ടിൽ നോക്കിയാൽ അറിയാം, നമ്മൾ മദർ പ്ലാന്റ് ആക്കിയിട്ട് സാധാരണ വലിയൊരു ചുവപ്പ് കളറുള്ളൊരു ബോഗൺവില്ല തന്നെയായിരുന്നു എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മളൊരു 4-5 കളറ് ആഡ് ചെയ്ത് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാലറിയാം, ഈ ഒരു ചട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ഓറഞ്ച് കളറ് ഇതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലാവൻഡർ കളറ് ബോഗൺവില്ല ഉണ്ട് ഇതിൽ. പിന്നെ ഈ ഒരു ചോപ്പ് കളറ് ബോഗൺവില്ല ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഒരു പ്ലാന്റിൽ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും, നല്ല വലിയ മരങ്ങളായിട്ട് ബുഷി പോലെ നമുക്കിത് വളർത്തിയെടുക്കാമായിരുന്നു. നമുക്കിത് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ പൂവിട്ട ഭാഗങ്ങൾ നമ്മൾ കുറച്ച് കട്ട് ചെയ്യുന്നുണ്ട്. അല്ലാത്ത കുറച്ച് വെറൈറ്റി ആയിട്ടും വെറിഗേറ്റഡ് ആയിട്ടുള്ളൊരു ബോഗൺവില്ല കാണിച്ചു തരാം. ഇതിൻ്റെ ലീഫ് തന്നെ നോക്കിയാൽ അറിയാം, 2 കളറിലാണ് വരുന്നത്. നല്ല യെല്ലോയിലും ഗ്രീൻ കളറിലുമാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. പൂവ് നോക്കിയാൽ മനസ്സിലാവും, കണ്ടില്ല, 2 വൈറ്റും അതുപോലെ തന്നെ ഈ ലൈറ്റ് പിങ്ക് ഷെയ്ഡും കൂടി നടുവിൽ വൈറ്റ് കളർ പൂ വരുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബോഗൺവില്ലയാണ്. നല്ല ലൈറ്റ് ലാവൻഡർ കളറിലാണ്, ഒരു പേസ്റ്റൽ ലാവൻഡർ കളറാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും പൂവുണ്ടാവുന്നതാണ്. സീസണലല്ലാതെ തന്നെ ഈ ഒരു ബോഗൺവില്ല ശ്രദ്ധിച്ചാൽ അറിയാം, എപ്പോഴും പൂക്കളുണ്ടാവും. നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ നല്ല ബ്ലഷ് ആയിട്ട് ഇല്ലെങ്കിലും ഇതിലെപ്പോഴും പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഇത് നമുക്ക് ഒരുപാടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് കുഴിച്ചിടുകയും ചെയ്യാം. അതുപോലെ തന്നെ പുതിയതായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. നമ്മളെടുത്തുള്ളൊരു ഓറഞ്ച് ഷെയ്ഡ് ഉള്ളതാണ്. നമുക്കിപ്പോൾ ഒരു 5 കളറൊക്കെ ഉണ്ട്. പിങ്ക്, ഓറഞ്ച്, വൈറ്റ്, അതുപോലെ തന്നെ ലാവൻഡർ ഷെയ്ഡ്. പിന്നെ നമുക്ക് ചോപ്പ്, ആ പിങ്കിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ ഈ ഒരു പിങ്ക് പോലെയല്ല ഈ ഒരു പിങ്ക് ഉള്ളത്, ഇതിൻ്റെ ഒരു വേറെയാണ്. ഇതിൻ്റെ ലീഫൊക്കെ തന്നെ ശ്രദ്ധിച്ചാലും അറിയാം, ചെറിയ നല്ല തിക്കായിട്ടുള്ള ലീഫുകളും അതുപോലെ തന്നെ തിക്കായിട്ടുള്ള പൂക്കളുമാണ് ഉള്ളത്. നമ്മൾ ഈ ബോഗൺവില്ലയൊക്കെ ടെറസിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. അത് നല്ല പോട്ടുകളിലൊക്കെ ആക്കിയിട്ടാണ് വെച്ചത്. ബോഗൺവില്ലേൻ്റെ ഒരു പ്രത്യേകത നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ്. നമുക്ക് ഈ ഒരു സീസൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ മുന്നേ തന്നെ വെട്ടി ട്രിം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസംബർ തൊട്ടിട്ട് ഇതിൽ പൂവിടാൻ തുടങ്ങുന്നൊരു സമയമാണ്. അപ്പോൾ നമുക്ക് മതിൽക്കെട്ടിൻ്റെ മുകളിൽ അതുപോലെ തന്നെ വീടിൻ്റെ കയറി വരുന്ന ഫ്രണ്ട് ഏരിയയിൽ ഒക്കെ നമുക്ക് വരിയൊക്കെ ആയിട്ട് പോട്ടിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയ തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഒരു വളം എന്ന് പറയുകയാണെങ്കിൽ വെള്ളം കലക്കി ഒഴിക്കുക. പിന്നെ അതുപോലെ തന്നെ അടുക്കള വേസ്റ്റ് വരുന്നത് നമ്മൾ കമ്പോസ്റ്റ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ബോഗൺവില്ലേൻ്റെ മെയിനായിട്ടുള്ള വളം എന്ന് പറയുന്നത്. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ വേനൽക്കാലത്തൊക്കെ നമ്മൾ പോട്ടിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ സീസൺ അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട, കാരണം നമുക്ക് തന്നെ അറിയാം ചില വീടുകളിലൊക്കെ നല്ല മരം പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സീസൺ അനുസരിച്ചിട്ടൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആ ഒരു പൂവിടുന്നതിൻ്റെ കുറച്ച് കാലം മുന്നേ നമ്മളിതിനെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് ട്രിം ചെയ്യണം. ബോഗൺവില്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സോഫ്റ്റ് പ്രൂണിങ് ഉണ്ട്, ഹാർഡ് പ്രൂണിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പൂവിടുന്നതിൻ്റെ സീസൺ ആവുന്നതിൻ്റെ മുന്നേ നല്ല ഹാർഡ് പ്രൂണിങ് ചെയ്ത് ചെടീനെ ഒന്ന് ഷേപ്പ് ആക്കണം. പിന്നീട് അത് വളർന്നു വരുന്ന സമയമാകുമ്പോഴത്തേക്കും നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്നതാണ്. ഈ ഒരു സമയത്ത് ബോഗൺവില്ല കട്ട് ചെയ്ത് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. എന്നാലും നമ്മൾ പൂക്കൾ ഉണ്ടായി കൊഴിഞ്ഞു പോയ ചില ഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇലയിൽ എന്തോ ഒരു കീടം ആക്രമിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ബുഷിയായിട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണാൻ നല്ല ഭംഗിയാണ്. പൂക്കൾ ഉണ്ടാകുമ്പം ചെറിയൊരു ചെടിയിൽ പൂവുണ്ടാകുന്നതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഭംഗി. അപ്പോൾ ഇതുപോലെ വലുതായിട്ടുള്ള പീസുകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മൂത്ത ഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കുഴിച്ചിടാം. ഇതുപോലത്തെ ഇളയ കൊമ്പൊക്കെ പിടിച്ച് കിട്ടാൻ പണിയാണ്. അപ്പോൾ നമ്മൾ
കുഴിച്ചിടുകയാണെങ്കിൽ നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്യുന്ന സമയത്ത് വേണം കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ കളക്ഷൻസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബോഗൻവില്ലേൻ്റെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ ചെടിയൊക്കെ മേടിച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ ഈ ചെറിയ കളക്ഷൻസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ വീഡിയോസും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ഒക്കെ ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.